ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പൊട്ടിക്ക് ഒരു കേസിൽ ജാമ്യം. ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പൊട്ടി ജയിലിൽ തുടരും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്ത സാഹചര്യത്തിലാണ് ജാമ്യം. ഇതേ കാരണം ചൂണ്ടിക്കാട്ടി ബി മുരാരി ബാബു നൽകിയ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കും. സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന ഇന്നും തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ദ്വാരപാലക കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതിനാലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. എന്നാൽ കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ തുടരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആദ്യ ജാമ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത്. അന്വേഷണം പൂർത്തിയായിട്ടില്ല. അതിനാലാണ് കുറ്റപത്രം വൈകുന്നതെന്ന് അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിച്ചു. ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ബി മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കും. കട്ടിളപ്പാളി ദ്വാരപാലക കേസുകളിൽ മുരാരി ബാബു അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞു. ഇതിനിടെ ശബരിമല സന്നിധാനത്ത് SIT പരിശോധന തുടരുകയാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട എല്ലാ പരിശോധനയും ഇന്നലെ തന്നെ SIT പൂർത്തിയാക്കി. സ്ട്രോങ് റൂം തുറന്ന് അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങളിലും ശ്രീകോവിലിൽ നിന്ന് ഇളക്കിമാറ്റിയ പഴയ കട്ടിളപ്പാളികളിലെ സ്വർണവും പരിശോധിച്ചു. സ്വർണ്ണപ്പാളികളിലെ അളവും തൂക്കവും SIT ശേഖരിച്ചു. ഇന്നും നാളെയും സന്നിധാനവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളിലും SIT പരിശോധന നടത്തും. അതിനുശേഷം അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് തീരുമാനം. കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം സർക്കാരിനെ സമീപിച്ചു. SIT ശുപാർശ പരിഗണനയിലാണെന്ന് സർക്കാർ അറിയിച്ചു. 24 കൊല്ലം, പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.